ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കാളിമല ദേവീക്ഷേത്രം. നമുക്കറിയാം 5000 വർഷത്തോളം ഈ ക്ഷേത്രത്തിൽ തന്നെ പഴക്കമുണ്ട് എന്നാണ് പഴമക്കാർ പറയുന്നത്. അതായത് 5000 വർഷത്തോളം ഈ ക്ഷേത്രത്തിൽ വച്ച ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ലോകാംബിക, അതായത് ശ്രീ ഭദ്രകാളി ലോകാംബിക ക്ഷേത്രം കാളിമല എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, അതായത് സ്ത്രീകൾ തന്നെ ഏറ്റവും വ്രതശുദ്ധിയോടുകൂടി വരുന്ന ഒരു ക്ഷേത്രമാണ് കാളിമല ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി ഉയരെയാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഈ ക്ഷേത്രത്തിന് മറ്റൊരു ക്ഷേത്രത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഗസ്ത്യമുനി തപസ്സനുഷ്ഠിച്ച സ്ഥലമാണ്. അഗസ്ത്യമുനിക്ക് ശ്രീധർമ്മശാസ്താവ് നേരിട്ട് ദർശനം നൽകിയ സ്ഥലമാണ് ഈ കാളിമല ഇരിക്കുന്ന സ്ഥലം. അപ്പൊ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമുക്കറിയാം ധാരാളം ആൾക്കാർ, അസുഖമുള്ള ആൾക്കാർ, എത്രയോ ആൾക്കാർ, ഒരു 1000-ഓളം ആൾക്കാരെങ്കിലും ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ആൾക്കാരെ സ്ഥിരമായി ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്കുമൊക്കെ പോകുന്ന ആൾക്കാർ, അതായത് ഈ കാളിമല തീർത്ഥാടന കാലത്താണ് പോകുന്നത്. അപ്പൊ അവരോട് പറയുന്നത് ധാരാളം പേര് പല പല അസുഖങ്ങളുള്ള ആളുകൾ അവിടെ പോയി ആ അസുഖങ്ങൾ മാറിയതായിട്ടാണ് അവരെല്ലാം അവരുടെ അനുഭവത്തിൽ പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നേരെ ക്ഷേത്രത്തിൽ ഓടി പോകണമെന്നല്ല, പക്ഷെ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു പ്രത്യേകത, അവിടുത്തെ ജലം, അതായത് അവിടുത്തെ നീരുറവയിൽ നിന്ന് വരുന്ന ജലം ഗംഗാജലത്തിന് സമമാണ്. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പുണ്യതീർത്ഥ നദിയായി കണക്കാക്കപ്പെടുന്നത് ഗംഗയാണ്. ഗംഗാതീർത്ഥമാണ്. മരണാസന്നനായ ഒരു വ്യക്തിക്ക് പോലും ഗംഗാതീർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി വളരെ ഇതായിട്ട് തന്നെ ആ വ്യക്തി എന്ത് ചെയ്യും, സ്വസ്ഥമായ ഒരു അന്ത്യം ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. അതുപോലെ തന്നെ അതുപോലെ പ്രാധാന്യമാണ്, ഗംഗാജലം പോലെ പ്രാധാന്യമാണ് നമ്മൾ അവിടത്തെ ജലം വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കുകയും നമുക്ക് അത് വലിയ പുണ്യജലം, അതായത് ഗംഗാജലം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അതേ കാര്യത്തിന് വേണ്ടി തന്നെ കാളിമല അവിടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും അവിടെയുള്ള ഉറവയിൽ നിന്നും ലഭിക്കുന്ന ജലം ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം പലപ്പോഴും ശനിദോഷമുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന ശബരിമലയാണ്. ഈ ശബരിമല തീർത്ഥാടനം നടത്തുന്ന ആൾക്കാർ ശബരിമല തീർത്ഥാടനം നടത്താൻ പറ്റിയില്ലെങ്കിൽ കാളിമല തീർത്ഥാടനം നടത്തിയാറുണ്ട്. അവിടെയും നമ്മൾ ഇരുമുടി കെട്ടുമുടി എന്തിക്കൊണ്ടാണ് അവിടെ പോകുന്നത്. അതായത് ശബരിമല നമുക്ക് കിട്ടുന്നതിന്റെ അതേ ഫലമാണ്. അതായത് അവിടെ ലോകാംബിക ശ്രീഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും അവിടെ ഉപദേവതകളായ ശ്രീധർമ്മശാസ്താവ്, ശിവൻ, ഗണപതി എല്ലാവരും ഉണ്ട്. ശ്രീധർമ്മശാസ്താവിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമാണ്. അഗസ്ത്യമുനിയുടെ അനുഗ്രഹത്താൽ ചൊരിഞ്ഞ സ്ഥലമാണ് അവിടെ. മാത്രമല്ല അതിന്റെ വേറൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒരുപാട് പ്രശ്നങ്ങൾ, 8 വീട്ടുപിള്ളമാരുടെ പ്രശ്നങ്ങളുമായിട്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്തു. അദ്ദേഹം ഇങ്ങനെ പാലായനം ചെയ്തിരിക്കുന്ന സമയത്ത് അവസാനം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അഭയം പ്രാപിച്ച ഒരു സ്ഥലമായിരുന്നു കാളിമല. ആ ഭാഗത്ത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എവിടെ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ വേണ്ടി അന്ന് അവിടെ തേടിയെത്തിയ അദ്ദേഹത്തിന്റെ പ്രതിയോഗികളെ, അതായത് ശ്രീധർമ്മശാസ്താവ് തന്നെ ഒരു ആദിവാസി ബാലന്റെ രൂപത്തിൽ വന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ രക്ഷിക്കുകയും അദ്ദേഹം തന്നെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 600 ഏക്കർ ക്ഷേത്രഭംഗിയായിട്ട് കരമൊഴിവായി നൽകുകയും ചെയ്തു. ഇന്ന് ആ കാളിമല ക്ഷേത്രത്തിന് 600 ഏക്കർ സ്ഥലമാണ് കരമൊഴിവായിട്ട് ലഭിച്ചിട്ടുള്ളത്. എന്ന് ആ ക്ഷേത്രത്തിന്റെ ശക്തിയെ എടുത്തു പറയുവാൻ ഇതുപോലെ, അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഇത്രയും ഉയരെയുള്ള ഇത്രയും ആയിരക്കണക്കിന്, അതായത് ചിത്രാപൗർണമി നാളിൽ പൊങ്കാലയിടുന്നതിന് 10000-കണക്കിന് സ്ത്രീജനങ്ങളാണ് ഒരുമിച്ച് കൂടുന്നത്. ഇങ്ങനെ ഒരു സ്ഥലം വേറെ നമ്മുടെ ദക്ഷിണ ഭാരതത്തിൽ ഒരിടത്തുമില്ല എന്നുള്ളതാണ്
ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി ഇതിനെ മാറ്റുവാനുള്ള കാരണം. അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ എന്തു വരട്ടെ, ഈ രോഗദുരിതങ്ങൾ അലട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിലാണ് പോകുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ പോകേണ്ടത് ആശുപത്രിയിൽ തന്നെയാണ്. പക്ഷേ ഏത് രോഗദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകുന്നതോടൊപ്പം ഈ കാളിമല തീർത്ഥാടന കാലഘട്ടത്തിൽ കാളിമല ദർശനം നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറുന്ന, കാരണം വെച്ച് കഴിഞ്ഞാൽ അനുഭവസ്ഥരായിട്ട് പറയുന്നത് ധാരാളം അനേകം അനുഭവസ്ഥർ പറയുകയാണ് അവിടെ പോയതിന് ശേഷം അവരുടെ അസുഖങ്ങളെല്ലാം പമ്പ കിടന്നു എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ഏറ്റവും ഒരു പ്രത്യേകത അവിടുത്തെ ജലമാണ്, അവിടുത്തെ ജലത്തിന്റെ ഔഷധം. അവിടെ പോകുന്നതോടുകൂടി തന്നെ നമ്മുടെ ശരീരത്തിൽ ഔഷധത്തിന്, അതായത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു അനുകൂല തരംഗങ്ങൾ ആ കാളിമലയുടെ ചുറ്റും ഉണ്ട്. അതായത് അഗസ്ത്യമുനിയുടെ ആരോഗ്യ സഞ്ജീവനിയുടെ ഒരു കേന്ദ്രമാണ് അവിടെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു അത്ഭുതം കൂടി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കാളിമല ക്ഷേത്രം. ഈ കാളിമല ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇതിനകത്ത് വരുന്നത് ഈ അന്നൂരി നെല്ല് എന്നൊരു നെല്ലുണ്ട്. ഈ നെല്ലെന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകത, കാളിമല ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ അത് സ്വയംഭൂവായിട്ട് തന്നെ ആ നെല്ല് പ്രത്യക്ഷപ്പെടുകയും അത് രാവിലെ കതിരാവുകയും അത് ഉച്ചയ്ക്ക് വിളയുകയും വൈകുന്നേരം പഴുക്കുകയും എല്ലാം ചെയ്ത് അങ്ങനെയുള്ള നെല്ല് അവിടുത്തെ പൂജാതി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് വേണ്ടി എടുത്തുകൊണ്ടിരുന്നു. പലപ്പോഴും അങ്ങനെ, അതായത് അത് അത്ഭുതകരമായിട്ട് വരുന്നതാണ്. എപ്പോൾ എവിടെ ഉണ്ടാകുമെന്നല്ല, എപ്പോൾ എവിടെ ആ നെല്ല് പ്രത്യക്ഷപ്പെടുമെന്നല്ല, ഇങ്ങനെ ഒരു സംഭവം കൂടി ഈ കാളിമല, അതായത് മറ്റു ക്ഷേത്രങ്ങളിൽ ഒന്നുമില്ലാത്ത ധാരാളം നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമ്മൾ സന്ദർശിക്കുന്നവരാണെങ്കിലും ഇതുപോലുള്ള അത്ഭുതങ്ങളുള്ള ക്ഷേത്രങ്ങൾ കുറവാണ്. അപ്പൊ വളരെയധികം, മാത്രമല്ല നമ്മൾ എത്ര വലിയ രോഗത്തിന് അടിമയാണെങ്കിലും നമ്മുടെ കാളിമല ദർശനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യവും പോസിറ്റീവ് എനർജിയും ആ വ്യക്തിയിൽ വളരെയധികം ഉയരുന്നതായിട്ടാണ് അനുഭവസ്ഥർ പറയുന്നത്. അപ്പോൾ എല്ലാവരും കാളിമല തീർത്ഥാടനം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുണ്യതീർത്ഥമായി ഒഴുകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.